തലശ്ശേരി നഗരവാസികൾക്ക് പരിചിതയാണ് തലശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് എതിർവശത്ത് പത്മാലയത്തിൽ താമസിക്കുന്ന പ്രിയദർശിനി എന്ന വയോധിക. 3 വർഷങ്ങൾക്ക് മുമ്പ് നവമാധ്യമങ്ങളിലടക്കം വന്ന വാർത്തകളിലെല്ലാം പ്രിയദർശിനി ടീച്ചർ ആരെയും കണ്ണീരണിയിക്കുന്ന പ്രണയ നായികയായിരുന്നു. എന്നാൽ ടീച്ചറുടെ യഥാർത്ഥ ജീവിതവും കഥയും ഇതൊന്നുമല്ലെന്ന് കണ്ടെത്തി സമൂഹത്തെ അറിയിച്ചത് അത്താഴക്കൂട്ടം സംഘടനയുടെ പ്രവർത്തകനായ ഷംരീസ് ബക്കർ എന്ന യുവാവാണ്. സ്ഥിരമായി റെയിൽവേ സ്റ്റേഷനിലെത്തി വെള്ളം ശേഖരിക്കുന്ന ടീച്ചർ ഒന്നിടവിട്ട് ഫാൻസി സാധനങ്ങൾ വാങ്ങും. പാലും പഴവും റൊട്ടിയും കഴിച്ചുള്ള ജീവിതം, കൂട്ടിന് ഒറ്റ നായയും. ദുരൂഹതകളടങ്ങിയ പ്രിയദർശിനിയുടെ ഈ ജീവിത രീതി പിന്നീട് പലരുടെയും പേനത്തുമ്പുകളിൽ വിടർന്നത് പലവിധ ഭാവനകളിലായിരുന്നു. എന്നാൽ ഈ കഥകളിൽ നിന്നെല്ലാം വിഭിന്നമാണ് ടീച്ചറുടെ യഥാർത്ഥ കഥ. ഇവരുടെ പിന്നാലെ 6 മാസക്കാലം സഞ്ചരിച്ച ഷംരീസ് ബക്കർ കണ്ടെത്തിയ യഥാർത്ഥ കഥ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. ടീച്ചർ ഒരു 2017 അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 6 മാസ കാലയളവിൽ ഈ ടീച്ചറുടെ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി, ടീച്ചർ എവിടെ നിന്ന് വരുന്നു, ടീച്ചർ എവിടെ താമസിക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടക്കം കുറിച്ചു. അപ്പം ആദ്യമായിട്ട് ഞാൻ ടീച്ചറെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ടീച്ചർ വളരെ ഒരു ഫിയറിലായിരുന്നു ടീച്ചർ ജീവിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം അവർക്ക് ഞാനൊരു അപരിചിതനാണ്. അപ്പം ഞാൻ പോകുന്നത് അവരെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ എന്നുള്ള ഒരു അറിവ് അവർക്കില്ലാത്തതുകൊണ്ട് ആ പേടി, തീർച്ചയായും ആ പേടിയാണ് ആളുകൾ ഭ്രാന്ത് എന്ന രീതിയിലേക്ക് ചിത്രീകരിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർ അങ്ങനെ ഒരു പേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഉണ്ടാവും. അതിൻ്റെ പിന്നാലെ നടന്നു. ആദ്യം ഞാൻ ചെയ്തത് ഒരുപാട് ഫോട്ടോസ്, ടീച്ചറെ കുറേ പിക്ചേഴ്സ് എടുത്തു, ടീച്ചറെ മൂമെന്റ്സ് ശ്രദ്ധിച്ചു. ഇപ്പോൾ ടീച്ചർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഏകദേശം ഒരു 1.5-3 മണിക്കൂർ എടുക്കും. ഒരു 500 മീറ്റേഴ്സൊക്കെ പോകാൻ. കാരണം ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഒരുപാട് ദിവസങ്ങൾ ടീച്ചറെ ഫോളോ ചെയ്യേണ്ട ഒരു സാധ്യതയിലേക്ക് പോയത്. ടീച്ചറെ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ 2 ക്യാന് കയ്യിൽ കരുതുന്നുണ്ട്. ഇപ്പോൾ 2 ക്യാൻ കയ്യിൽ കരുതിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കരുതി വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മണ്ണെണ്ണയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു ക്യാനായിരിക്കും എന്ന് കരുതി. പക്ഷേ നിരന്തരം ഫോളോ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് ഒരു പെർട്ടിക്കുലർ കാരണം എന്ന രീതിയിൽ വെള്ളം ശേഖരിക്കലാണെന്ന് മനസ്സിലായി. പിന്നീട് ടീച്ചർ ഇന്ററാക്ട് ചെയ്യുന്ന ആരെങ്കിലും വ്യക്തിത്വങ്ങൾ നാട്ടിലുണ്ടോ എന്നുള്ള പരിശോധനയായി മുന്നോട്ട് പോയപ്പോൾ കോസ്മെറ്റിക്സ് വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് അങ്ങനെയെങ്കിൽ ടീച്ചർ അത് വാങ്ങിക്കുന്നുണ്ടാവും, ടീച്ചർക്ക് ആരോ പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടുന്നോ ഒരു റവന്യൂ ടീച്ചർക്ക് വരുന്നുണ്ട്, പ്ലസ് ഈ സാധനം എവിടുന്നോ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ സാധനം വാങ്ങുന്ന സ്ഥലം കണ്ടെത്തുമായിരുന്നു. അങ്ങനെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർ വളരെ കൃത്യമായ സാമ്പത്തിക ഇടപാട് നടത്തുന്നുണ്ട്. അതായത് എന്ത് സാധനമാണോ അത് വില പറഞ്ഞ് വാങ്ങിച്ചു, അതിൻ്റെ കാശ് കൊടുത്തു. അഥവാ എപ്പോഴെങ്കിലും പൈസ ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് പിറ്റേ ദിവസം ആ ബാധ്യത തീർക്കുന്ന ഒരു രീതി. ഒരു കടം പറയുകയോ അല്ലെങ്കിൽ ഒരു കടം ചോദിക്കുകയോ പൈസ വാങ്ങിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ വളരെ നോർമലായ ഒരു സ്ത്രീക്ക് മാത്രമേ അങ്ങനെ സാധിക്കൂ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ടീച്ചർക്ക് എന്തായാലും നമ്മൾ ഈ നാട്ടിലെ ആളുകൾ പറയുന്ന പോലെ ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥ ടീച്ചർക്ക് ഇല്ല എന്നുള്ളത് മനസ്സിലായി. സമൂഹത്തിലും ജീവിതത്തിലും ഒറ്റപ്പെട്ടുപോയ പ്രിയദർശിനിയുടെ ഭയവിഹ്വലതകളാണ് അവരെ ഭ്രാന്തി എന്ന കാഴ്ചക്കാർ മുദ്രകുത്തിയത്. വലിയ സമ്പന്നതയുടെ നടുവിൽ ജീവിച്ച പ്രിയദർശിനി ടീച്ചർ ഏകാഗിയായി ജീവിച്ചത് കോടികൾ വിലമതിക്കുന്ന തലശ്ശേരിയുടെ കണ്ണായ സ്ഥലത്ത് ഇടിഞ്ഞു വീഴാറായ വലിയ വീട്ടിലാണ്. മാഹിയിൽ ആദ്യമായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയം ആരംഭിച്ചതു മുതലാണ് ടീച്ചർ എന്ന പദവി കൂടെ കൂടിയത്. പ്രിയദർശിനിയുടെ സഹോദരിയും മാഹിയിൽ തനിച്ചാണ് താമസം. മറ്റ് സഹോദരങ്ങളും വലിയ നിരയിൽ ഇതര സംസ്ഥാനങ്ങളിൽ സ്ഥിരതാമസക്കാർ. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ടീച്ചറുടെ സഹന ജീവിതം മാധ്യമങ്ങളിൽ ചർച്ചയായതോടെ വലിയ പരിവേഷമായിരുന്നു ടീച്ചർക്ക്. എന്നാൽ സ്ഥിരമായി കന്നാസും പേറി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പ്രിയദർശിനിയുടെ നടത്തം ജീവൻ നിലനിർത്താനുള്ള കുടിനീരിന് വേണ്ടിയായിരുന്നു. ജീവിതത്തിലും സമൂഹത്തിലും ഒറ്റപ്പെട്ട പ്രിയദർശിനിക്ക് സഹോദരി നൽകിയ ഉപദേശമാണ് കുടിനീരിൽ പോലും പ്രിയദർശിനിക്ക് വിശ്വാസമില്ലാതാക്കിയത്. കിണറ്റിലെ വെള്ളത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന ധാരണയാണ് വിശ്വാസയോഗ്യമായ കുടിവെള്ളം ശേഖരിക്കാൻ ടീച്ചറെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ഈ യാത്രക്കിടയിൽ സഹോദരി നൽകുന്ന പണവുമായി തനിക്കിണങ്ങുന്ന ആഭരണങ്ങൾ വാങ്ങാൻ സ്ഥിരമായി എത്തുന്നത് ധനലക്ഷ്മി ഫാൻസിയിലാണ്. പിന്നീട് ബേക്കറിയിൽ നിന്ന് അന്നത്തെ ആഹാരവും വാങ്ങും. പിന്നീട് ഈ ടീച്ചർക്ക് പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്, അപ്പോൾ ടീച്ചർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടാവും എന്നുള്ളതിൻ്റെ കണ്ടെത്തൽ. കാരണം വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പം ടീച്ചർ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ ടീച്ചർ ഒരു ബേക്കറിയിൽ പോയിട്ട് പാലും ബ്രെഡും പാർലേജി ബിസ്ക്കറ്റാണ് ടീച്ചറുടെ ഫേവറേറ്റ്. ആ ബിസ്ക്കറ്റൊക്കെ വാങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആ ബേക്കറി ഉടമയോട് ചോദിച്ചപ്പോൾ അവർക്ക് ഈ ടീച്ചറെ കുറിച്ച് യാതൊരു വെയറബോട്ട്സും ഇല്ല, ടീച്ചർ അവരോട് സംസാരിക്കാറില്ല. പക്ഷെ കൃത്യമായിട്ട് ദിവസങ്ങളിൽ അവർ വരികയും സാധനം വാങ്ങുകയും ചെയ്യും, പണം നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ബേക്കറിക്കാരനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഒരു വിഷയമുണ്ട്, അവർ കോയിൻ ബോക്സിൽ നിന്നും ഒരു ഫോൺ കോൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ആ 2017 കോയിൻ ബോക്സ് ആരും ഉപയോഗിക്കാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ കോയിൻ ബോക്സിൽ ഞാൻ അപ്പം തന്നെ ഒരു കോയിൻ ഇട്ടിട്ട് റീഡയൽ അടിച്ചപ്പോൾ ഇവരാണ് അവസാനമായിട്ട് ഡയൽ ചെയ്തൊരു നമ്പർ കിട്ടി. ആ നമ്പർ വിളിച്ചപ്പോൾ ടീച്ചർ തന്നെ ഉപയോഗിച്ച നമ്പറാണ്. അത് ടീച്ചറുടെ അനിയത്തിയെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ടീച്ചറുടെ അനിയത്തി താമസിക്കുന്ന മാഹിയിലുള്ള വീട്ടിലെ നമ്പറായിരുന്നു. ഈ കഥകൾ അറിയാതെയാണ് പല സിനിമകളിലെയും നഷ്ടപ്രണയിനിയുടെ താരവേഷം ടീച്ചർക്ക് പകർന്നു നൽകിയത്. കഥകളിൽ പറഞ്ഞു വച്ചതുപോലെ നഷ്ടപ്രണയത്തെയോർത്ത് അവിവാഹിതയായി കാലം കഴിച്ചവളല്ല പ്രിയദർശിനി. അവർ വിവാഹിതയായിരുന്നു. 3 വർഷം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യത്തിനൊടുവിൽ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ടീച്ചർ തനിച്ചാവുകയായിരുന്നു. ഇന്ന് ഭയത്തിന്റെ വേലിക്കെട്ടുകളിലല്ല ടീച്ചറുടെ അന്തിയുറക്കം. സ്നേഹത്തിന്റെ, സംരക്ഷണത്തിന്റെ, കരുത്തിന്റെ ലോകത്താണ്. വടകര എടച്ചേരിയിലെ തണൽ ചാരിറ്റബിൾ സൊസൈറ്റി ഇവരെ ഏറ്റെടുത്തതോടെ വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് പ്രിയദർശിനി. ഭ്രാന്തിയെന്ന് മുദ്രകുത്തിയ വയോധികയെ ചുറ്റിപ്പിണഞ്ഞ അപസർപ്പകഥയുടെ ചുഴലഴിച്ച് യഥാർത്ഥ സത്യം തേടിയലഞ്ഞ ഷംരീസ് ബക്കർ എന്ന യുവാവും ഏറെ സന്തോഷവാനാണ്. വർഷങ്ങളായി പലരും കാണുന്ന കാഴ്ചയാണ് പ്രിയദർശിനി എന്ന വയോധിക. എന്നാൽ അവരുടെ ഇന്നലകളിലേക്ക് ചൂഴ്ന്നിറങ്ങാനുള്ള ഷംരീസിന്റെ കാഴ്ചപ്പാട് പ്രിയദർശിനിക്ക് സമ്മാനിച്ചത് പുതുജീവിതമാണ്. പ്രിയദർശിനി ടീച്ചർ ഇന്ന് എല്ലാ തരത്തിലും നോർമലാണ്. തന്റെ ഇല്ലാത്ത പ്രണയകഥയെക്കുറിച്ച് പുറത്തു നടക്കുന്ന ചർച്ചകളൊന്നും അറിയാതെ ടീച്ചർ തണലിൽ സുരക്ഷിതയായിരിക്കുന്നു. ഇവിടുത്തെ 100ഓളം വരുന്ന അന്തേവാസികളുടെയും പ്രവർത്തകരുടെയും സ്നേഹവും കരുതലും ടീച്ചർക്കൊപ്പമുണ്ട്. തലശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് ലിയോയ്ക്കൊപ്പം പ്രിൻസി, കേരള ഓൺലൈൻ ന്യൂസ്.